മുട്ടയാണ് നമ്മുടെ മെയിൻ വില്ലൻ. എഗ്സ്. നമ്മളെല്ലാവരും പണ്ട് മുതലേ ട്രഡീഷണലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, മുട്ട ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും, ഹാർട്ട് ഡിസീസ് വരും. ഇതൊരു മിത്താണ് എന്നുള്ളത് ഇപ്പോൾ റീസെൻറ്റ് സയൻറ്റിഫിക് സ്റ്റഡി എല്ലാം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ മുട്ടയ്ക്ക് ചീത്തപ്പേര് കിട്ടി എന്നുള്ളതും മുട്ട കഴിക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് എക്സ്പ്ലെയിൻ. ഒരു 90s 80s കാലഘട്ടത്തിലുള്ള സ്റ്റഡിയിൽ മുട്ട കഴിക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ അത് ഹാർട്ട് ഡിസീസുമായിട്ട് ലിങ്ക്ഡ് ആണ്. കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുട്ടയ്ക്ക് ചീത്തപ്പേര് കിട്ടി, മുട്ട കഴിക്കുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു. പക്ഷേ ആക്ച്വലി മുട്ട കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ കൂടുന്നില്ല. 70 to 75% ആൾക്കാരിലും കൊളസ്ട്രോൾ ലെവൽ ബാലൻസ്ഡ് ആണ്. ഒരു 25% ആൾക്കാർ ഹൈപ്പർ റെസ്പോണ്ടേഴ്സ് ഉണ്ട്. അതൊരു പ്രത്യേക കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുന്ന ആൾക്കാർ. അവരിലും ഗണ്യമായിട്ടുള്ള ഇൻക്രീസ് ഇല്ല. അപ്പോൾ എങ്ങനെ ഈ കൊളസ്ട്രോൾ കൂടുന്നു എന്ന് ചോദിക്കുന്നതിൻ്റെ ആൻസറാണ്, മുട്ട നമ്മൾ വെറും ബോയിൽഡ് എഗ് ആയിട്ടല്ല കഴിക്കുക. എപ്പോഴും മുട്ടേനെ ഇപ്പോൾ ഒരു ട്രഡീഷൻ വെച്ച് കൊടുത്തൊരു ഫുഡ് കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഓയിൽ വെച്ച് കുക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് മുട്ട. എല്ലാവരും ഹൈ കണ്ടൻറ്റ് ഓയിൽ വെച്ചിട്ടും വനസ്പതി, ഗീ, ഇപ്പം നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്യുകയാണെങ്കിലായാലും ഓംലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ഹൈ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. മുട്ട എലോൺ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ ലെവൽ ഇസ് നോട്ട് ഇൻക്രീസിങ്. പക്ഷേ മുട്ടേനെ ഇങ്ങനെ പ്രോസസ് ചെയ്തിട്ട് കുറേ ഓയിൽ വെച്ച് കുക്ക് ചെയ്യുമല്ലോ, അപ്പോഴാണ് ആക്ച്വലി കൊളസ്ട്രോൾ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്.